സുഹൃത്തുക്കളെ, തീർച്ചയായും ആം ആദ്മി ആകുന്ന പി വി അൻവർ എന്നൊരു ചിന്ത വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പി വി അൻവറിൻ്റെ ഏതാണ്ട് 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന സംഭാഷണത്തിൽ വന്നിരുന്നതെല്ലാം ഒരു ആം ആദ്മി ശൈലിയായിരുന്നു. ആം ആദ്മി എന്ന് പറയുമ്പോൾ നമ്മുടെ ആം ആദ്മി പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത്, സാധാരണക്കാരൻ്റെ ശൈലിയുണ്ടല്ലോ, ഒരു കോമൺ മാൻ്റെ ഇത്. ആ നിലയിലാണ് പി വി അൻവർ സംസാരിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പി വി അൻവർ എന്താണ് രാഷ്ട്രീയമായി ലക്ഷ്യം വെക്കുന്നത് എന്ന് ഏതാണ്ട് വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുള്ളത്. ഏതാണ്ട് 1 മാസം കഴിഞ്ഞ് തീരുമാനമെടുക്കാമെന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്തൊട്ടാകെ അദ്ദേഹം ഇത്തരം പരിപാടികൾ നടന്നു പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. കോഴിക്കോട് സമ്മേളനമുണ്ട്. അതുകൂടാതെ പലയിടത്തും, ഇപ്പോൾ തിരുവനന്തപുരത്ത് സമ്മേളനം വേണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. എന്തായാലും മലപ്പുറത്താകെ അദ്ദേഹം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ പ്രദേശത്തും ഓരോ പ്രത്യേക വിഷയങ്ങളും ഉണ്ടാകും. ഇപ്പോൾ കോഴിക്കോട് സംസാരിക്കുമ്പോൾ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായി പറയാനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പി വി അൻവറിൻ്റെ പ്രസംഗം ആകെ എടുത്താൽ ഒരു സാധാരണക്കാരന് കയ്യടിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള നെക്സസിനെ കുറിച്ചാണ്. അതായത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ LDFും UDFും BJPയും എല്ലാം ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഇൻക്ലാബ് വിളിക്കുന്നവരും വന്ദേ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നവരും ബോലോക് തക്ബീർ മുദ്രാവാക്യം വിളിക്കുന്നവരും എല്ലാം പ്രവർത്തകർ മനസ്സിലാക്കുക, ഈ നേതൃത്വം ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള പാർട്ടി സംവിധാനങ്ങളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പി വി അൻവർ ഒരു നിലപാടെടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേൾക്കുന്നതാണ് ഇങ്ങനെയൊരു സഖ്യങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് പ്രത്യേക ഒരു വീഡിയോയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതലായി അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത് ഇത്തരം മനുഷ്യരുടെ പിന്തുണയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പാർട്ടിയിലും ഇല്ലാതെ സാധാരണക്കാരനായി നിൽക്കുന്നവരാണ് കേരളത്തിലെ വലിയൊരു ശതമാനം ആളുകളും. അതുകൊണ്ട് അവരെ കൊണ്ട് ശരിയെന്ന് പറയിപ്പിക്കാനുള്ള നിലപാടുകളാണ് പി വി അൻവർ തൻ്റെ സംസാരത്തിൽ ഒന്നടങ്കം എടുത്തിട്ടുള്ളത്. പി വി അൻവർ പറഞ്ഞത് ശരിയാണ് എന്ന് സാധാരണക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. അത് ഈ കടുത്ത തീവ്ര നിലപാട് സ്വീകരിക്കുന്ന CPM അണികളെ കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് അണികളെ കൊണ്ടോ BJP അണികളെ കൊണ്ടോ അല്ല. അവിടെ കുറച്ച് നിഷ്പക്ഷമായി നിൽക്കുന്ന അണികൾ ഉണ്ടാകും. അതിനൊപ്പം തന്നെ സാധാരണക്കാരായ മനുഷ്യരുണ്ടാകും. അതാണ് അൻവറിൻ്റെ ഒരു ലൈൻ എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരും. വളരെ കൃത്യമായി പുഷ്പന അനുസ്മരണമൊക്കെ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. സാധാരണക്കാരായ സഖാക്കളുടെ വികാരത്തെ ഇളക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുകയാണ് വീണ്ടും വീണ്ടും വീണ്ടും. അതായത് ആ മുന്നണിയിൽ നിന്ന് പുറത്തായ ശേഷവും അൻവർ സഖാക്കളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരാണ് വന്നത് എന്ന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം സഖാക്കളെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. സഖാക്കളെ, നിങ്ങൾക്ക് ഈ ഭരണത്തിന് കീഴിൽ നിങ്ങൾ എന്തായിത്തീരുന്നു? നിങ്ങൾക്കൊരു പോലീസ് സ്റ്റേഷനിലോ ഒരു കേസിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ടോ എന്നത് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ CPMനുള്ളിൽ നടക്കുന്ന അതൃപ്തി അല്ലെങ്കിൽ പ്രവർത്തകൻ്റെ ഫ്രസ്ട്രേഷൻസ് അതെല്ലാം അത്തരം ആളുകളോട് കൈകൊടുക്കാൻ അവർ ഒരുപക്ഷെ തീർച്ചയാണ് ഇപ്പോൾ CPM പോലൊരു സംഘടനയെ ലംഘിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടിയിൽ നേതാക്കളെത്തും എന്ന് കരുതാൻ വയ്യ. അങ്ങനെ എത്തിയാൽ അവർ ആ പാർട്ടിക്ക് പുറത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയവർ മാത്രമല്ല ഇതിനെ പിന്തുണയ്ക്കുന്നത് എന്ന് കരുതേണ്ടി വരും. വലിയൊരു ജനസഞ്ചയം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് CPMകാരായ പലരുടെയും മനസ്സ് ഒരുപക്ഷെ അൻവറിനൊപ്പം ആകും എന്ന തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരുന്ന ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ എതിരെ നടക്കുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മൂവായിട്ട് അതിനെ കാണേണ്ടി വരും. പ്രത്യേകിച്ച് മതം അദ്ദേഹം പല ഘട്ടത്തിൽ പ്രത്യേക വിഷയമായി ഉയർത്തി വരുന്നുണ്ട്. ഇതിനെല്ലാം ചേരുവയുണ്ടല്ലോ. ഈ ആം ആദ്മി എന്ന് പറയുമ്പോൾ നിലവിലുള്ള മുഴുവൻ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കുമെതിരായി ആം ആദ്മി പാർട്ടിയല്ല, അദ്ദേഹം ഒരു സ്വതന്ത്ര സംവിധാനം രൂപീകരിക്കാനുള്ള തന്ത്രം തന്നെയാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. അത് ഒരു അന്തിമ തീരുമാനം ഈ പറഞ്ഞ പോലെ 1 മാസത്തിന് ശേഷമായിരിക്കും. ഈ പലയിടത്തും നടന്ന് പ്രസംഗം നടത്തുക, ജനങ്ങളെ നേരിട്ട് കാണുക, ഇതൊക്കെ തീരുമാനിച്ച ശേഷമായിരിക്കും ഒരു അന്തിമമായ തീരുമാനം എടുക്കുക. പക്ഷേ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അൻവർ പോകുന്നത് മുന്നണി രാഷ്ട്രീയത്തിന് പുറത്ത് ഒരു സംവിധാനം ഉണ്ടാക്കാൻ തന്നെയാണ്. ഇപ്പോൾ പറയുന്നുണ്ട് പാർട്ടി ഉണ്ടാക്കില്ല, ജനങ്ങളെല്ലാം ചേർന്നൊരു പാർട്ടിയായാൽ താനതിനൊപ്പം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ജനപിന്തുണ എന്ത് എന്ന് അളക്കുകയാണ് പി വി അൻവർ ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും.
അവിടെയാണ് ഈ ആം ആദ്മി സാധാരണക്കാരൻ്റെ ഭാഷയിൽ അൻവർ ഓരോ വിഷയങ്ങളിലും കാട്ടിലെ മൃഗങ്ങളുടെ പ്രശ്നമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അൻവർ അവരുടേതായ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് ഈ ഉദ്യോഗസ്ഥ തല അഴിമതിയാണ് സംസ്ഥാന വ്യാപകമായി ഏറ്റവും വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രശ്നം. ആ പ്രശ്നം അനുഭവിക്കാത്ത ആരാണ് ഈ നാട്ടിലുള്ളത്? കൈക്കൂലി കൊടുക്കാത്ത കാര്യങ്ങൾ സാധിക്കുന്നവർ എത്ര പേരാണ്? അതുകൊണ്ട് തന്നെ അത്തരം മനുഷ്യർക്ക് നേരിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ് അൻവർ ഉയർത്തുന്നത് എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല, ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൂടി വെല്ലുവിളി ഉയർത്തുന്ന ചില ചോദ്യങ്ങളാണ്, ചില വികാരങ്ങളാണ് അൻവർ ജനങ്ങൾക്കിടയിലേക്ക് ഉയർത്തു വരുന്നത്. രണ്ടാമതൊന്നും നേരത്തെ പറഞ്ഞ പോലെ മതമാണ്. 5 നേരം നിസ്കരിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ അത് പറഞ്ഞപ്പോൾ തന്നെ വർഗീയവാദിയാക്കുന്നു എന്ന് പറയുന്ന അൻവർ തന്നെ ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് അടിതെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല പ്രശ്നമുണ്ടായതിൻ്റെ സമയം ആദ്യത്തെ ജാഥ കഴിഞ്ഞപ്പോൾ, നാമജപ ഘോഷയാത്ര കഴിഞ്ഞപ്പോൾ തന്നെ താൻ പാർട്ടിയെ കണ്ട് പാർട്ടി നിലപാട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പി വി അൻവർ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അൻവർ ആ വിഭാഗത്തെ കൂടി ഒന്ന് പരിലാളിക്കാൻ, അവരെ കൂടി ഞാനൊരു മതേതരവാദി കൂടിയാണ് എന്ന് തെളിയിക്കാനും അത്തരം മനുഷ്യരുടെ ഏറ്റവും വലിയ, അതായത് സ്ത്രീകൾക്ക്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല CM, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു എന്നാണ് അൻവർ പറയുന്നത്. മറ്റു പല ക്രൈസ്തവ സ്ഥാപനങ്ങളുടെയും അവസ്ഥകൾ, മലപ്പുറത്തെ അടക്കമുള്ള സ്ഥാപനങ്ങളുടെയും അവസ്ഥയും അവരുടെ പ്രതിസന്ധികളിലുമൊക്കെ ഇടപെട്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എല്ലാ മതത്തിലുള്ളവർക്കും ഒപ്പം താൻ നിൽക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ഒപ്പം തന്നെ മതേതരവാദി താനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംഘപരിവാർ കയറി വരുന്ന വഴി എങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ CPM-നൊപ്പം നിന്നുകൊണ്ടായിരിക്കും, സംഘപരിവാറിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇവിടെ ഏറ്റവും പലപ്പോഴും ഈ മതേതര വോട്ടുകളിലേക്ക് കടന്നു കയറാൻ കഴിയുക എന്ന് അൻവർ കഴിഞ്ഞ 10 വർഷത്തെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ്. അത് തന്നെ എടുത്തു വെച്ചുകൊണ്ട് ഇപ്പോഴും പറയുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് 2026 20 സീറ്റ് BJPക്ക് ലഭിക്കും എന്ന് അദ്ദേഹം പ്രവചിക്കുകയാണ്. 2036 അധികാരം, അവർ കാത്തിരുന്ന അധികാരം നേടുകയാണ് എന്നുകൂടി പറയുകയാണ്. അതിനെല്ലാം കോംപ്രമൈസ് ചെയ്യുന്ന ശക്തികളായി ഈ പറയുന്ന CPM-ഉം ഉൾപ്പെടെ മാറുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്കാണ് അൻവർ പോകുന്നത്. തീർച്ചയായും അദ്ദേഹം പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെ പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പാർട്ടി രൂപീകരണത്തിനില്ല എന്ന് പറയുമ്പോഴും അൻവറിൻ്റെ തന്ത്രം അതാണ് എന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പൊതുയോഗവും ഇനിയുള്ള കേസുകൾ, രാഷ്ട്രീയ നീക്കങ്ങൾ, LDFൻ്റെ ഒക്കെ നീക്കങ്ങൾ, ഇതെല്ലാം കൂടി എടുത്തുകൊണ്ടായിരിക്കും അൻവർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്ന് കരുതേണ്ടി വരും. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് തോന്നുന്നത്? അൻവറിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ട ശേഷം എന്ത് അഭിപ്രായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. ഒരു കാര്യം ഉറപ്പാണ്, അൻവറിനെ സൈബർ സഖാക്കൾ വല്ലാതെ കളിയാക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, വലിയ രാഷ്ട്രീയ ചാണക്യനായി നിന്നുകൊണ്ട് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളിലൂടെ മാത്രമല്ല ജനഹൃദയങ്ങളിലേക്ക് എത്താൻ കഴിയുക. അത് സാധാരണക്കാരൻ്റെ ചില ടങ് സ്ലിപ്പുകൾ ഉൾപ്പെടെ പലതും സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ആ സാധാരണക്കാരൻ്റെ ലൈനിൽ കൂടിയാണ് അൻവർ കയറാൻ ശ്രമിക്കുന്നത്. അതിനുള്ള തുടക്കമാണ് നിലമ്പൂരിലുണ്ടായത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.